ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. രാധേശ്യാം ശേഷായുഷാ തോഷയാ എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് ഒരു നല്ല ദിവസമായിട്ട് ഈ സത്സംഗത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് ദിവസമായി എല്ലാവർക്കും അതെ കഥ പറയാൻ എനിക്കും കൊതിയായിട്ടും കേൾക്കാൻ കൊതിയായിട്ടും എല്ലാവരും കാത്തിരിക്കുന്നു. ഗുരുവായൂരപ്പൻ ഓരോന്ന് പഠിപ്പിച്ചു തരാനും ഓരോ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന അനുഗ്രഹമാണ് ഓരോ ബുദ്ധിമുട്ടുകളും. അസുഖങ്ങളായാലും എന്തായാലും എന്ത് വിഷമങ്ങളായാലും നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ഈ സുധാമാവിൻ്റെ ഇന്ന് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഭഗവാനെ കണ്ട ആ പുണ്യ ദിവസമാണെന്ന്. ഒരുപാട് നാൾക്ക് ശേഷം അല്ലേ സുധാമാവ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയ ദിവസമാണെന്ന്. അതുപോലെ നമ്മളും കാത്തിരുന്ന് ഒരുപാട് നാൾക്ക് ശേഷം ഭഗവാന്റെ കഥ പറയാനായിട്ട് ഇവിടെ ഒത്തുകൂടിയേക്കാണ്. ഭഗവാൻ തന്നെ പറയുകയാണ് ചെയ്തേക്കണേ. കൃഷ്ണസ്യാസി സഖാ കശ്ചിത് എന്നാണ് പറഞ്ഞേക്കണേ. പണ്ട് കൃഷ്ണന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. കഥ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ആ കൃഷ്ണന് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേക്കണേ. അല്ലാണ്ട് കൃഷ്ണന് എൻ്റെ കൂട്ടുകാരനായിരുന്നു കൃഷ്ണൻ എന്നല്ല, ഭഗവാൻ തന്നെ പറഞ്ഞേക്കുകയാണ്. ഭഗവാൻ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എന്ന്. ഭഗവാൻ അത്രയും അംഗീകരിച്ചതാണ് ആ സൗഹൃദം. ആ ഭഗവാന്റെ ആ പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഭഗവാനെ കാണാൻ പോയൊരു സുദിനാണ് ഇന്ന്. അതുപോലെ നമ്മളും കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് നിന്നു കഥ പറയാനായിട്ട്. മനോഹരമായിട്ടുള്ള ആ സൗഹൃദത്തിൻ്റെ ദിവസം അതാണ്. സുഹൃത്തുക്കൾ ധാരാളം നമുക്കുണ്ട്. നമ്മളും പലരെയും സുഹൃത്തുക്കളായിട്ട് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കണം. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് സുഹൃത്തുക്കളാണ് എന്ന് കരുതണവർ മുഴുവൻ നമ്മുടെ സൗഹൃദത്തെ സ്വീകരിക്കണം എന്നില്ല. അതുപോലെ നമ്മളെ സുഹൃത്തായിട്ട് പലരും കരുതുന്നുണ്ടാവും. അവരുടെ സൗഹൃദം നമുക്കും ചിലപ്പോൾ സ്വീകരിച്ചു എന്ന് വരില്ല. ഇത് അങ്ങനെയല്ല. പരസ്പരം ആ സൗഹൃദത്തിനെ പങ്കുവച്ച് ഒരേ മനസ്സായിട്ട് അങ്ങനെയുള്ള രണ്ട് ചങ്ങാതിമാരായിരുന്നു ഈ സുധാമാവും ശ്രീകൃഷ്ണ ഭഗവാനും. ആ ദിവസം ഇന്നത്തെ ദിവസം അതാണ്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഭഗവാനെ കാണാനായിട്ട് സുധാമാവ് പോണത്. സുധാമാവിന് ഭഗവാനെ കാണാനായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സദാ സർവത്ര സർവദാ എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിക്കിലും ഇരിക്കുന്ന ഭഗവാൻ സദാ ഈ സുധാമാവിൻ്റെ ഹൃദയത്തിലിങ്ങനെ വിലസുകയാണ്. ഓരോരോ ലീലകളെ കൊണ്ട് ആ ഭഗവാനെ സദാ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കണേ. ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ
ആ ബ്രഹ്മവിത്തമനാണ്, ഭഗവാനെ അറിയണതാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് കാര്യമില്ല, ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്ന ആളല്ല ബ്രാഹ്മണൻ. ബ്രഹ്മവിത്തമ, ആ ബ്രഹ്മാനന്ദത്തെ അറിഞ്ഞ് ആ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ആളാണ്. അത് അത്രയും പലരും പല കഥകളും പറയും. ഭഗവാന് ആ ഏറ്റവും കൂടുതൽ പറയും കുചേലൻ എന്നുള്ള പേരാണ്. കുചേലൻ എന്നുള്ള പേര് അധിക കുചേല ദിനം, അങ്ങനെയാണല്ലോ ഇന്നത്തെ ദിവസത്തിനെ പറയുന്നത്, കുചേല ദിനം. ആ ചേല അത് ഭഗവാൻ, അത് പ്രത്യേകമായിട്ട് ഭഗവാൻ നമുക്ക് കാണിച്ചു തരണ ഒരു ഉദാഹരണമാണ്. കാരണം ഉള്ളിലുള്ളതൊന്നും നമ്മൾ കാണില്ല, ആ പുറമോടി കണ്ടിട്ടാണ് നമ്മൾ ആൾക്കാരെ തീരുമാനിക്കുക. അങ്ങനെയാണ് ഓരോരുത്തരെ ഉള്ളിൽ വിളങ്ങണ ഭഗവാനെ കാണാൻ എത്ര പറഞ്ഞാലും ശ്രമിക്കുക, എത്ര ആര് പറഞ്ഞു കൊടുത്താലും കേട്ടാലും ഒരു ജീവന് എത്രയ്ക്കും സുഹൃതം ചെയ്തതായിരിക്കണം ആ ജീവൻ. എന്നാൽ മാത്രമേ ആ ഭഗവാനെ തിരിച്ചറിയാനും ആ ഭഗവാനെ അനുഭവിക്കാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല ആ ഭഗവാനെ അനുഭവിക്കാൻ എന്നുള്ളതാണ്. ആ മലിനമായ ചേല ധരിച്ച ആൾ, അല്ലേ, കുത്സിതമായ ചേല ധരിച്ച ആൾ കുചേലൻ എന്ന പേര് വന്നു. എന്തുകൊണ്ടാണ് ആ അത്രയും മനോഹരമായിട്ട് ഉള്ള ഈ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ കണ്ട് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും പറയും ദാരിദ്ര്യം കൊണ്ടാണ് എന്ന് പറയും, അല്ലേ. ആ ഭഗവാന് സുദാമാവിൻ്റെ ദാരിദ്ര്യം കൊണ്ടാണ്, നല്ല ചേലയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. കാരണം നമ്മൾ നല്ല ഭംഗിയിലൊക്കെ വൃത്തിയിലൊക്കെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ലോണം അണിഞ്ഞൊരുങ്ങിയിട്ട് എവിടേക്കും പോകും. അപ്പോൾ അതല്ലാത്ത ഒരാളെ കണ്ട അതിനുള്ള സൗകര്യം അയാൾക്ക് ഉണ്ടാവില്ലായിരിക്കും എന്ന് നമ്മൾ നിരീക്കുള്ളൂ. പക്ഷെ അതല്ല, ദാരിദ്ര്യം നല്ലോണം ഉണ്ടായിരുന്നു. എന്തിൻ്റെ ദാരിദ്ര്യമായിരുന്നു? ഈ വിഷയസുഖങ്ങളെ അനുഭവിക്കണം എന്നുള്ള ആ ഒരു ചിന്തയുടെ ദാരിദ്ര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇതിനേക്കാളൊക്കെ മഹത്തായിട്ടുള്ള ആ കൃഷ്ണൻ്റെ ആ കൃഷ്ണ അനുഭവത്തിലും ലയിച്ചിരിക്കുകയാണ്. ആ കൃഷ്ണസുഖത്തിൽ ലയിച്ചിരിക്കുന്ന ആൾക്ക് ശരീരബോധമൊക്കെ മറന്നുപോകും. അതുകൊണ്ടല്ലേ ഗോപികമാരുടെ കാര്യത്തിലും പറയണത് എന്താ? ആ ശരീരബോധം വിടൂ എന്ന് പറയണതാണ് അതിമനോഹരമായ ആ വസ്ത്രാപഹരണ ലീല. അല്ലാണ്ട് ഭഗവാൻ വന്നിട്ട് കുളിക്കുന്ന സ്ത്രീകളുടെ വസ്ത്രം എടുത്ത് വയ്ക്കൊന്നുമല്ല. ഈ വസ്ത്രങ്ങൾ നമുക്ക് നന്നായി അണിഞ്ഞൊരുങ്ങി ശരീരത്തിനോട് ശ്രദ്ധിക്കും തോറുമാണ് നമുക്ക് ഇതൊക്കെ തോന്നുക. അപ്പോൾ ആ ശരീരം എന്ന ചിന്തയേ ഇദ്ദേഹത്തിനില്ല. സദാസമയം ഭഗവാനിൽ, ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സ് നിമഗ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റു ചിന്തകളൊന്നുമില്ല. അല്ലാണ്ട് അദ്ദേഹത്തിന് ദാരിദ്ര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ എത്ര നമ്മൾ പറഞ്ഞ് ഓരോരോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യത്തിലും ഇത് പറയേണ്ടായിട്ടുണ്ട്, പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര നമ്മൾ പറഞ്ഞു വെച്ചാലും അത് കേട്ട് പഴകിയത് എടുക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. അല്ലാണ്ട് നമുക്കിത് വയ്യ. ആ ഭഗവാൻ ദാരിദ്ര്യമില്ലാത്തൊരു കുചേലനെ നമുക്ക് ആലോചിക്കാനേ വയ്യ. ദാരിദ്ര്യം കൊണ്ട് ധാരാളം മക്കളൊക്കെ ഉണ്ടായി, അതൊക്കെ ആ മക്കൾക്കൊക്കെ ഭക്ഷണമൊക്കെ എല്ലാവരും പട്ടിണി കിടക്കണു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഗൃഹാശ്രമി എന്ന് പറയണേ? എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണോ നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളാണ്. ആ തൃപ്തിപ്പെടണു എന്നുള്ളത് കൊണ്ടാണ് പറയണത്. അത് ആ ഗൃഹാശ്രമി എന്നുള്ള പേര് എന്തുകൊണ്ടാണ് വന്നത്? എന്താണോ കിട്ടണത് അന്നന്ന് കിട്ടണത്. നമ്മളുടെ പോലെയല്ല. ഇപ്പോൾ ഇന്ന് എന്നെ ഞങ്ങളുടെ ഒരു ബന്ധു വിളിച്ചിട്ട് പറഞ്ഞു, ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ എത്രയോ ദിക്കിൽ ഓരോരുത്തരുടെ വിശേഷം ചോദിക്കുകയാണ്. അപ്പം 4 or 5 ഫ്ലാറ്റ് ഉണ്ട് അത്രേ. അവർക്ക് 5 ഫ്ലാറ്റ് ഉണ്ട്. ആകെ കൂടി ആരും ഇല്ല 5 ഫ്ലാറ്റിൽ. 5 ഫ്ലാറ്റും 5 സ്ഥലത്താണ്. അവിടെ ഇങ്ങനെ ഇരിക്കുക, പൂട്ടിയിട്ടേക്കാണ്. ഇവരാണെങ്കിലോ അമ്മ ഒരു സ്ഥലത്ത്, മകൻ ഒരു സ്ഥലത്ത്, മകള് ഒരു സ്ഥലത്ത്. ഇതൊക്കെ വാടകയ്ക്ക് താമസിക്കുകയാണേനും സ്വന്തമായിട്ട് താമസിക്കുകയല്ല, എല്ലാ ദിക്കിലും വാടകയ്ക്ക് താമസിക്കുക. ജോലിയുടെ കാര്യങ്ങളെ കൊണ്ട് അമ്മ ജോലി ചെയ്യുന്ന ആളാണ്, മകൻ ജോലി ചെയ്യുന്ന ആളാണ്, മകളും ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരൊക്കെ 3 ദിക്കിൽ വാടകയ്ക്ക് താമസിക്കണം, 3 സ്ഥലത്ത്. പരസ്പരം കാണലില്ല. ഇവർക്കാണെങ്കിലോ 5-6 ഫ്ലാറ്റും ഉണ്ട്, ഇഷ്ടം പോലെ ധനമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ സമ്പാദിച്ച് ഇതൊക്കെ വച്ചിട്ടും അപ്പോൾ പറയും എത്രയോ പേർക്ക് ഇല്ലാണ്ടിരിക്കണു. നമ്മൾ ആവശ്യത്തിലധികം നമുക്കായിട്ട് സമ്പാദിച്ച് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ പേർക്ക് കിട്ടേണ്ടതിനെയാണ് നമ്മൾ ഒരാവശ്യമില്ലാണ്ട് നമ്മളതിങ്ങനെ
അടക്കി വച്ചിരിക്കണത്. അപ്പോൾ അതൊക്കെ ശരിക്കും കർമ്മച്യുതിയാണ് ഉണ്ടാവണത്. നമ്മളുടെ കർമ്മങ്ങൾക്ക് ദോഷം വരുത്തണതാണ്. മറ്റുള്ളവരുടെയൊക്കെ നമ്മൾ എടുത്ത് നമ്മുടെ കയ്യിൽ അടക്കി വച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കണവർ, അപ്പോൾ സാധാരണ ഒരാളുടെ ജീവിതം കാണുമ്പോൾ അവർക്ക് തോന്നും ഇവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സുദാമാവിൻ്റെ കഥ. നമ്മളൊക്കെ ഈ ലൗകിക സുഖങ്ങളിൽ, വിഷയസുഖങ്ങളിൽ സന്തോഷിച്ച് നടക്കണവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കാണുമ്പോൾ പറയുമോ കഷ്ടട്ടോ, പരമ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം എന്തൊരു ബുദ്ധിമുട്ടിയിട്ടാണ് കഴിച്ചു കൂട്ടണത്, ആ ദാരിദ്ര്യമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലോ പതിവ്രത എന്നാണ് പറയണത്. ഇതൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചുരുക്കി പറയണത്. അവരെ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയുകയാണ് വേണ്ടത്. പക്ഷേ അതിനേക്കാളും അത് പറഞ്ഞത് ഇനിയും പറഞ്ഞാലും അത് ഭഗവാന് ഒരു നിയോഗമുണ്ട്. എത്ര പറഞ്ഞാലും അത് കേൾക്കേണ്ടവർക്കേ കേൾക്കുള്ളതാണ്. അതീവ രഹസ്യമാണ്, പരമരഹസ്യമാണ് ഭഗവാന്റെ കഥ. ഈ രഹസ്യം എന്ന് വെച്ചാൽ പറയാണ്ടിരിക്കുന്നതല്ല രഹസ്യം. പറഞ്ഞാലും ബോധ്യപ്പെടാത്ത കാര്യങ്ങളെയാണ് രഹസ്യം എന്ന് പറയണത്. അപ്പോൾ ആ പതിവ്രതയായ പത്നി എങ്ങനെയാണോ തൻ്റെ ഭർത്താവ് അതുപോലെ തന്നെയാണ് യഥാവിധാന്ന് പറയേണ്ട. ഓരോന്ന് പറയുമ്പോൾ ആ ശ്ലോകങ്ങളിൽ പറയേണ്ട. ആ ശ്ലോകങ്ങൾ മുഴുവൻ അങ്ങോട്ട് കാണാണ്ട് എനിക്ക് ഓർമ്മ നിൽക്കണില്ല. അപ്പോൾ എങ്ങനെയാണോ തൻ്റെ പതി അതുപോലെ തന്നെയാണ് പത്നി എന്ന് പറയേണ്ടത്. അപ്പോൾ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ, ഇന്ദ്രിയ വിരക്തി വന്നവനാണ്, പ്രശാന്താത്മാവാണ്, ജിതേന്ദ്രിയനാണ്. ഇന്ദ്രിയ വിരക്തി വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ട് ജിതേന്ദ്രിയനാണെന്ന്. കാരണം ഇന്ദ്രിയങ്ങളെ നമുക്ക് അടക്കി വയ്ക്കാൻ പറ്റും. പക്ഷേ ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും കണ്ണുകൊണ്ട് ആവശ്യമില്ലാത്തത് കാണണ്ടെന്ന് നമുക്ക് മോഹമുണ്ട്, നമ്മൾ അടക്കണു. ആവശ്യമില്ലാത്തത് കാണാതെ കണ്ടിരിക്കണു വെച്ചാലും മനസ്സിൽ ചിന്തകളുണ്ടാവും. അതിനെ കണ്ടാൽ തിരക്കേടില്ല, അപ്പോൾ എന്താ കുഴപ്പമൊന്ന് കണ്ടാൽ എന്ന് നമുക്ക് തോന്നും. അത് പക്ഷെ നമ്മുടെ മുൻപിൽ ഇരുന്നിട്ട് അങ്ങനെയുള്ള വിഷയസുഖങ്ങളെ കണ്ടാലും അത് നമ്മളെ ബാധിക്കാണ്ട് നമുക്ക് അതിലൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നിസ്സാരത ബോധ്യപ്പെടുക. അതാണ് വേണ്ടത്. അതാണ് ജിതേന്ദ്രിയ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലെ വിരക്തി മാത്രമല്ല, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനുമാണ് എന്നുള്ളത് പറയണത്. അപ്പോൾ തസ്യ ഭാര്യാകു ജയിലസ്യ എന്ന് പറയേണ്ടത് യഥാവിധ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണോ തൻ്റെ പതി അതുപോലെയാണെന്ന്. അപ്പോൾ ഈ വിഷയസുഖങ്ങളിൽ അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 12ഉം 24ഉം ഒക്കെ വരെ സുദാമാവിന് മക്കളുണ്ടായിന്ന് പറയുന്നുണ്ട്. ഈ വിഷയസുഖങ്ങളിൽ താല്പര്യമില്ലാത്തവർക്ക് ഇത്ര മക്കളുണ്ടാവുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇവർക്ക്. അങ്ങനെയുള്ള മഹാത്മാവാണ് ഈ സുദാമാവ്. ആ സുദാമാവിൻ്റെ പോലെ തന്നെയാണ് തസ്യ ഭാര്യ കുചൈലസ്യ, അതും പറയുന്നുണ്ട്. മുഷിഞ്ഞ വസ്ത്രം തന്നെയാണ് ഭാര്യയും. ഭർത്താവും ഭാര്യയൊക്കെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക വെച്ചാൽ അവർക്ക് ഇല്ലാണ്ടല്ലേ എന്നാണ് നമ്മുടെ വിചാരം. അവർക്ക് രണ്ടു പേർക്കും ഈശ്വരനിലാണ് മനസ്സുറച്ചിരുന്നത്. പിന്നെ പത്നി ചെന്ന് പറയണത് എന്താ, അനുബ്രഹ്മൻ എന്ന് വിളിച്ചിട്ടാണ് പറയണത്. ബ്രഹ്മത്തെ അറിഞ്ഞവനെ, ബ്രഹ്മവിത്തവനായവനെ, എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ ഭഗവാനിൽ ഭക്തി. ഭഗവാനോട് ചോദിക്കണത് എന്താണെന്നറിയോ, ധനം ഉണ്ടാവണേ, സമ്പത്ത് ഉണ്ടാവണേ, മക്കളുണ്ടാവണേ, രോഗങ്ങളുണ്ടാവല്ലേ, അതൊന്നുമല്ല ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാനെ അവിടത്തോടുള്ള പ്രേമഭക്തി ഉണ്ടാവണേ, പ്രേമഭക്തി ഉണ്ടാവണേ, പ്രേമഭക്തി ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രേമഭക്തി ഉണ്ടായാൽ എല്ലാം ഉണ്ടാവും, തന്നെ ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ആ ഭക്തി ഉണ്ടാവണേ എന്നാണ് നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഈ വിപ്രപത്നി, ഈ സുദാമാവിൻ്റെ പത്നിയും ആഗ്രഹിച്ചത്. ഒന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോയിക്കൂടെ എന്നാണ്. ഭഗവാനെ കാണുമ്പോൾ അങ്ങേക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം സദാ മനസ്സിൽ ശ്രീ ഗുരുവായൂരപ്പനെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇനി ഗുരുവായൂർ പോയി തൊഴേണ്ട വല്ല കാര്യമുണ്ടോ? എപ്പോഴും ഭഗവാനെ എങ്ങനെ കാണുക, ഗുരുവായൂരപ്പനെ എങ്ങനെ മനസ്സിൽ കാണുക, ഗുരുവായൂരപ്പൻ കൂടെ കളിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി തൊഴേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അതല്ലാത്തവർ പറയും ഞങ്ങൾക്കൊന്ന് ഗുരുവായൂർക്ക് പോയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ഇത്തിരി പ്രസാദം കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്, അങ്ങൊന്ന് പോയിട്ട് വരുമോ എന്ന് പറയണ പോലെയാണ്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ഉണ്ട് അത്രേ. അപ്പം അങ്ങയുടെ സുഹൃത്താണെന്നല്ലേ പറഞ്ഞ് ഒന്ന് പോയി കണ്ടൂടെ എന്ന് പറഞ്ഞയക്കുകയാണ്.
അപ്പോൾ വെറും കൈയോട് കൂടിയിട്ട് ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്നല്ല, ആരെ കാണാൻ പോകുമ്പോഴും വെറും കൈയോട് കൂടി പോകരുതെന്നാണല്ലോ. എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അതൊരു നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ കാണുകയാണ്, നമ്മളെ കാണുമ്പോൾ ഓടിച്ചെന്ന് അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക. അതെന്താ? അത് നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം അറിയാണ്ട് വരുന്നതാണ്. അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ആ സ്നേഹം പങ്കുവയ്ക്കണതിന് ഉള്ള ഒരു ഉപാധിയാണ്. പുറമേക്ക് നമ്മൾ അത് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ കൊടുക്കണ ആൾക്കും സന്തോഷമായി, മേടിക്കുന്ന ആൾക്കും സന്തോഷമായി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന്, കയ്യും വീശി പോവുക എന്നല്ല. അത് ആ സ്നേഹമുള്ളോർത്താണ് നമുക്ക് പങ്കുവയ്ക്കാൻ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് പറയണേ. അപ്പോൾ അതിനെന്താ ചെയ്യണേ? ഈ വിപ്രപത്നി പോയിട്ട് 4 ഗൃഹങ്ങളിൽ പോയിട്ട് 4 പിടി അവിൽ വാങ്ങിക്കൊണ്ടുവന്നു. അത് അവിടെ ഭിക്ഷയ്ക്ക് പോയതൊന്നുമല്ല. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയും അതില്ലേ ഭിക്ഷയ്ക്ക് വാങ്ങും. അത് എങ്ങനെയാണ് ഭിക്ഷ വാങ്ങുക? നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ അറിയാം. ഈ പഴനിക്കൊക്കെ പോണവർ അമ്പലങ്ങളിലേക്ക് പോണേക്കാളും മുമ്പ് അവർ പഴനിക്ക് മാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സ്വാമിമാരായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പഴനിക്ക് പോകുന്നുണ്ട്, എന്തെങ്കിലും ഭിക്ഷ തരണം എന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനല്ല, ആ കിട്ടണത് ഭഗവാന് കൊണ്ട് സമർപ്പിക്കുക. അതെന്തുകൊണ്ടാണ്? അതെന്തിനാ അങ്ങനെ ചെയ്യണേ? ഭിക്ഷ എടുത്തിട്ട് അവനവൻ്റെ കയ്യിലുള്ള ധനം കൊടുത്താൽ പോരെ? എന്തിനാ ഗൃഹങ്ങളിൽ നിന്ന് മേടിക്കണേ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ ഒരു പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവർക്കും കൂടി അനുഭവമായി തീരട്ടെ, അവരുടെ പ്രാർത്ഥനയും കൂടി നമ്മളവിടെ എത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മറ്റുള്ളവരുടെ അടുത്ത് പോയി ആ ധനം. അപ്പം നമ്മൾ കൊടുക്കുമ്പോഴും ആ ആണ്ടവനെ പഴനിയാണ്ടവ എന്ന് പ്രാർത്ഥിച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഏത് അമ്പലത്തിലേക്ക് വെച്ചാൽ അതിനെ നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് അവർ കൊടുക്കും. അപ്പം നമ്മളുടെ ആ പ്രാർത്ഥനയും കൂടിയും അവരവിടെ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കും. അപ്പോൾ താൻ ചെയ്യണ ആ ഒരു സൽക്കർമ്മത്തിൽ മറ്റുള്ളവരെയും കൂടി ഭാഗഭാക്കാവുകയാണ്. ഇതൊക്കെ എന്താണെന്നൊന്നും മനസ്സിലാവാതെ കണ്ടാണ് പലരും ചെയ്യണത്. അതുപോലെ അടുത്ത ഗൃഹങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഭഗവാനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ സുദാമാവിനെ പറ്റിയിട്ട്, കൃഷ്ണൻ്റെ സുഹൃത്തായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ പോയിട്ട് പറയുകയാണ് ഇങ്ങനെ കൃഷ്ണനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ 4 ഗൃഹങ്ങളിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ, അതല്ലാണ്ട് ഈ ഇല്ലാതെ കണ്ട് ദാരിദ്ര്യമായിട്ട് അവിടെ പോയി ഇരന്ന് വാങ്ങുകയാണ്. പക്ഷേ ഇതില്ലാണ്ടാണ് എന്ന് പറയണില്ല, അതല്ല, അവിടെ പോയിട്ടാണ്. പിന്നെ പലരും പറയുന്നുണ്ട് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ അവലാണ് കൊടുത്തേച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞ അവല് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകം തന്നെയായിട്ടും മഹാത്മാക്കൾ അനുസ്മരിക്കാറുണ്ട്. കാരണം ഈ കല്ലും മുള്ളും ഒക്കെ നമുക്ക് വരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും അതിലുണ്ടാവണ അവല് എന്ന് പറയണത് നമുക്കുണ്ടാവണ നല്ല എല്ലാം സർവം ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കണു എന്നുള്ള ഒരു ഭാവം മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടിയത് ഒരു ശീലയിൽ പൊതിഞ്ഞെടുക്കുകയാണ്. അത് വസ്ത്രത്തിൻ്റെ തുമ്പ് കീറിയിട്ടൊന്നുമല്ല. നമ്മളൊന്നും ഒരാൾക്കും അങ്ങനെ ഭക്ഷണം കൊടുക്കില്ല. പണ്ടുള്ളവർ പാത്രങ്ങളിലൊന്നും ആക്കിയിട്ടൊന്നുമല്ല കൊണ്ടുപോവുക, നല്ല ശീലയിൽ പൊതിഞ്ഞിട്ടാണ് ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോവുക. അങ്ങനെ ശീലയിലാക്കി കൊടുത്തു. ഇത് കക്ഷത്തിലൊന്നും ഭഗവാന് കൊടുക്കാനുള്ളത് വച്ചിട്ടില്ല. കക്ഷത്തിലൊക്കെ വച്ച് ഇത്ര ദൂരമൊക്കെ നടന്നു പോയി ആ അവലിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അത് കക്ഷത്തിലൊന്നുമല്ല വച്ച് കൊണ്ടുപോയേക്കണത്. അത് ശരിക്കും ആ ഗ്രന്ഥത്തോടു കൂടിയിട്ട് നല്ല ഭദ്രമായിട്ടാണ് അത് കൊണ്ടുപോയേക്കണത്. മടിയിൽ വച്ചു എന്ന് പറയാം. പണ്ടുള്ളവരൊക്കെ മടിയിലാണ് സാധനങ്ങൾ വയ്ക്കും. മുണ്ട് ചുറ്റി കഴിഞ്ഞാൽ മുണ്ടിന് ഒരു തലപ്പ് ഇങ്ങനെ നന്നായിട്ടുണ്ടാവും, അതിങ്ങനെ ആക്കിയിട്ട് തിരികെ ഇങ്ങനെ വയ്ക്കുക, മടിയിൽ വെച്ച് കൊണ്ടുപോകലുണ്ട്. അങ്ങനെയും ആവാം. അതിനൊന്നുമല്ല പക്ഷേ പ്രാധാന്യം ഭഗവാനെ കാണാൻ പോകുക. ഇതിനൊക്കെ പറഞ്ഞ് വാദിക്കലാണ് ഇന്നത്തെ പലരുടെയും. അതങ്ങനെയല്ലല്ലോ, അതവിടെ ശരിയായില്ലല്ലോ, മറ്റേ ആൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞ് ഇതൊന്നുമല്ല നമുക്ക് അറിയേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ? സുധാമാവ് ഭക്തിയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ദ്വാരകാനാഥനെ കാണാൻ. നമുക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് അതാണാവുമോ വരണേ. അദ്ദേഹം ദ്വാരകാനാഥനെ കാണാൻ പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെടുമ്പോൾ തന്നെ ഈ അവല് കൊടുത്തേച്ചു. അവല് കൊടുത്തേക്കുന്നത് എന്താണെന്നറിയോ? ഇദ്ദേഹത്തിന് ഭഗവാനെ ഒന്നും കൊടുക്കാനും ഇല്ല, വാങ്ങാനും ഇല്ല. കാരണം തന്നെ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ആളാണ് സുദാമാവ്. പക്ഷേ ആ ഭക്തിയുടെ കാര്യത്തിൽ തനിക്ക് ഭക്തി കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട് ആർക്ക്? സുദാമാവിൻ്റെ പത്നിക്ക്. അപ്പോൾ തനിക്കോ പോവാൻ സാധിക്കണില്ല. അപ്പോൾ തൻ്റെ
ആ പ്രേമത്തിൻ്റെ ഒരു സമർപ്പണമായിട്ടാണ് കൊടുത്തേക്കണത്. ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, ഭഗവാനെ സ്വീകരിക്കണേ സ്വീകരിക്കണേ, എങ്ങനെയാണോ എൻ്റെ പതിക്ക് അങ്ങയോട് ഉള്ള ആ പ്രേമഭക്തി ഉണ്ടായത്, അതുപോലെ അടിയനും ആ പ്രേമഭക്തി തന്ന് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇത് കൊടുക്കണത്. അപ്പോൾ പറഞ്ഞു, അങ്ങേ കാണാത്തപ്പോൾ തന്നെ അങ്ങയെപ്പറ്റി സ്മരിച്ചാൽ തന്നെ സർവം മറക്കണ ആളാണ് എൻ്റെ പതി. അപ്പം അങ്ങയെ നേരിട്ട് കണ്ടാലുണ്ടാവണ അനുഭവം പറയാനില്ലല്ലോ. അദ്ദേഹം തന്നില്ലെങ്കിലും എൻ്റെ ഈ പ്രേമത്തിൻ്റെ പ്രതീകമായ ഈ അവിൽക്കിഴി അവിടെ നിന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതും കൊണ്ട് സുധാമാവ് പോവുകയാണ്. പോണ സമയത്ത് ആലോചിക്കുക, ആ ചെറുപ്പത്തിലേ തൊട്ടുണ്ടായ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. അവിടെ ഇല്ലത്ത് നിന്ന് അവിടെ സന്ദീപനിയുടെ ഗുരുകുലത്തിൽ വന്ന് താമസിക്കണ സമയത്ത് ആ ഗുരുനാഥൻ്റെ നാവുകളിൽ നിന്നാണ് ആദ്യം ശ്രീകൃഷ്ണനെ പറ്റി കേട്ടത്. ആ കൃഷ്ണനും രാമനെയും പറ്റി ഇങ്ങനെ കേട്ടു. ആ കൃഷ്ണൻ്റെയും രാമൻ്റെയും കഥകൾ അതിമനോഹരമായിട്ട് കേൾക്കാറുണ്ട്. ഗോപക്കുട്ടികളുടെ കൂടെ കളിക്കണതും, ഗോപന്മാരുടെ കൂടെ കളിക്കണതും, ഗോപസ്ത്രീകളെ പറ്റിക്കണതും, വെണ്ണകട്ടതും, പാല് മോഷ്ടിക്കണതും, ഓരോ കളികളായിട്ട് കാളിയനെ വധിച്ചതും പൂതനെ വധിച്ചതും ആയിട്ടുള്ള അവർക്കൊക്കെ മോക്ഷം കൊടുത്തു. വധിച്ചു എന്ന് പറയാൻ വയ്യല്ലോ. എല്ലാം കേട്ടിട്ടാണ് ആ ഗുരുകുലത്തിലിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കൃഷ്ണകഥകൾ എന്നു മുതൽക്കാണോ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്, അന്നു മുതൽക്ക് ആ മനസ്സ് ആ കൃഷ്ണനിൽ ഉറച്ചു പോയി. ഈ സുധാമാവിൻ്റെ സദാസമയം ആ പഠിക്കാനുള്ളതിൽ വരെ ചിന്ത കുറഞ്ഞു പോവുക ചെയ്യണത്. ഒന്നും പഠിക്കാൻ പോലും തോന്നണില്ല. സദാസമയം ഈ കൃഷ്ണചിന്തയാണ് മനസ്സിൽ നിറയണത്. അപ്പോൾ ആ എല്ലാം കഴിഞ്ഞിരിക്കണ സമയത്ത് മുഴുവനും മറ്റുള്ള കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ഈ സുധാമാവ് അവരുടെ കൂടെ കളിക്കാനൊന്നും പോവില്ല. ഇങ്ങനെ ഇരിക്കണ കാണും. അപ്പോൾ ഗുരുനാഥൻ വന്ന് ചോദിക്കും, എന്താ സുധാമാവേ, കുട്ടികളുടെ കൂടെ ഇത്തിരി നേരം പോയി കളിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അല്ല ഗുരുനാഥ, ഞാൻ ആലോചിക്കുകയാണേ, എപ്പോഴാണ് എനിക്കും ആ ഗോപക്കുട്ടികളുടെ പോലെ കൃഷ്ണൻ്റെ കൂടെ കളിക്കാൻ സാധിക്കുക? ആ കൃഷ്ണൻ്റെ കൂടെ കളിക്കാൻ സാധിക്കുക എനിക്ക് എപ്പോഴാണ് സാധിക്കുക? ആ കൃഷ്ണൻ്റെ കൂടെ ആ ഗോക്കളെ മേയ്ക്കാൻ പോണതും ആ ഗോപസ്ത്രീകളുടെയൊക്കെ ഒരു ഭാഗ്യമൊക്കെ അങ്ങ് പറഞ്ഞില്ലേ, എനിക്കെന്നാ എൻ്റെ സുഹൃത്തായിട്ട് ആ കൃഷ്ണനെ കിട്ടുമോ? ഈ ജന്മത്തിൽ എൻ്റെ സുഹൃത്തായിട്ട് എന്തെങ്കിലും കൃഷ്ണൻ വരുമോ? എനിക്ക് ആ കൃഷ്ണനെ ഒന്ന് കാണാൻ സാധിക്കുമോ? എന്നെ എപ്പോഴെങ്കിലും ആ കൃഷ്ണനൊന്ന് തൊടുമോ? ഇതൊക്കെയാണ് ഗുരുനാഥനോട് ചോദിക്കുക. ആ ഗുരുനാഥൻ ഒന്നും മിണ്ടാതെ കണ്ട് ആ വാത്സല്യത്തോടു കൂടി തൻ്റെ ശിഷ്യനെ മറോട് ചേർത്ത് ഇങ്ങനെ പുണർന്ന് ആ നെറുകയിൽ കൈ വച്ച് അനുഗ്രഹിക്കും. നന്നായി വരട്ടെ നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞാലോ ആ അവിടുത്തെ ആ ഗുരുവിൻ്റെ പത്നിക്ക് വേണ്ട കൈങ്കര്യങ്ങളൊക്കെ ചെയ്ത് വെള്ളം കൊണ്ടു കൊടുക്കാനും വിറക് കൊണ്ടു കിടക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാലും അപ്പോൾ ചോദിക്കും, അവിടെ ചോദിക്കും, അമ്മ കേട്ടിട്ടുണ്ടോ കൃഷ്ണനെ പറ്റിയിട്ട്? അമ്മ എന്ന് ചോദിക്കും. ആ യശോദാമ്മയുടെ കൂടെ കളിച്ചത് അമ്മ കേട്ടിട്ടുണ്ടോ? ആ തൈര് കല ഉടച്ചത്? അപ്പോഴും ഈ കഥകൾ മാത്രം മതി. അപ്പോൾ നമുക്കെന്നാ ആ കൃഷ്ണനെ ഒന്ന് കാണാൻ സാധിക്കുക? അമ്മയ്ക്കും കൊതിയില്ലേ യശോദാമ്മയുടെ പോലെ ആ കൃഷ്ണനെ ഒന്ന് കൊഞ്ചിക്കാനും ആ കൃഷ്ണനെ ചേർത്ത് പിടിക്കാനും എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും ഈ കൃഷ്ണകഥകളിൽ മുഴുകിയിട്ടാണ് ഈ സുധാമാവ് ഇരിക്കുക. അങ്ങനെ എത്രയോ വർഷങ്ങളുടെ ആ സാധന ആ ഭഗവാനിലേക്ക് എത്തിച്ചതുപോലെയാണ്. അതാ ഒരു ദിവസം രാമകൃഷ്ണന്മാർ സാന്ദീപനി ഗൃഹത്തിലേക്ക് വന്നു. അവർക്ക് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട്. ആകെ 64 ദിവസം മാത്രമേ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വന്ന് അതാ ആ ഗുരുകുലത്തിൽ അച്ഛൻ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ ആദ്യം നോക്കിയത് കുട്ടികളുടെ ഇടയിൽ നിൽക്കണ ആ സുധാമാവിനെയാണ്. കണ്ട വഴി കൃഷ്ണൻ ഓടിച്ചെന്ന് ആ സുധാമാവിനെ കെട്ടിപ്പിടിച്ചു. പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നീയാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. എപ്പോഴും ഒരിക്കലും ഞാൻ കൈവിടാത്ത, എന്നും നമ്മുടെ സൗഹൃദം എന്നും ഉണ്ടാവും. ഒരിക്കലും ഞാൻ കൈവിടില്ല. എൻ്റെ ഈ സുഹൃത്തിനെ ഞാൻ മറക്കില്ല. അതുപോലെ ഒരിക്കലും സുധാമാവിനെ എന്നെ മറക്കാൻ കഴിയില്ല. നമ്മൾ രണ്ടാളും പോലെയുള്ള സൗഹൃദം വേറെ ആർക്കും ഉണ്ടാവില്ല. അത്രയ്ക്കും പ്രിയപ്പെട്ട സൗഹൃദമായിരിക്കും നമ്മളുടെ.
എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ ചേർത്ത് പിടിച്ചത് 64 ദിവസവും ആ ഭഗവാന്റെ കൂടെ തന്നെയായിരുന്നു. എങ്ങനെയൊക്കെയാണോ ആ കൊതിച്ചത്, ഗോപക്കുട്ടികളുടെ കൂടെ കളിച്ച പോലെ അതാ ആ സുധാമാവിനോടൊപ്പം രാമകൃഷ്ണന്മാർ കളിക്കണു. അവിടെ ചെന്നിട്ട് ഇതാ യശോദാമ്മയെ പോലെ ഇതാ ആ ഗുരുപത്നിക്കും വാത്സല്യം പകരാനുള്ള ആ അനുമതിയൊക്കെ കൊടുത്തുകൊണ്ട് അതാ അവിടെ ഇരിക്കണു. ഇതെല്ലാം കണ്ട് പരസ്പരം ഒരുമിച്ച് ആനന്ദിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി 64 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ കൃഷ്ണചിന്തകൾ ഒരിക്കലും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പിന്നീട് ഒരിക്കലും കൃഷ്ണനെ കാണാനും സാധിച്ചിട്ടില്ല. പക്ഷെ കാണണം. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അതാ കൃഷ്ണൻ എന്നെ വിട്ടു പോകണു എന്നുള്ളൊരു വിരഹദുഃഖം ഒരിക്കലും സുധാമാവിനുണ്ടായിട്ടില്ല. കാരണം കൃഷ്ണൻ തൻ്റെ ഹൃദയത്തിലാണ് ഇരിപ്പുറച്ചത്. ആ ഹൃദയത്തിലിരുന്നു കൊണ്ട് ആ കൃഷ്ണാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ആ സന്തോഷത്തോടു കൂടിയിട്ട് ഇതാ ജീവിതം മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ജീവിത പ്രാരാബ്ധങ്ങൾ ആ കർമ്മങ്ങളനുസരിച്ച് മുജ്ജന്മ കർമ്മങ്ങളനുസരിച്ചിട്ട് വന്നു ചേർന്നതിനെല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ആ കൃഷ്ണനിൽ മനസ്സർപ്പിച്ച് ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ച് വേറെ ഒന്നും വേണ്ടാണ്ടിരിക്കുകയെന്ന് വെച്ചാൽ വിവാഹമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആ ഗൃഹം നോക്കാൻ സാധിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചു. അപ്പോൾ ആ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തൻ്റെ കർമ്മ പ്രാരാബ്ധമാണ്. ഗുരുവായൂരപ്പൻ തനിക്ക് തന്ന അനുഗ്രഹമാണ്. ഇത് ഗുരുവായൂരപ്പൻ്റെ നിയോഗമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ വിവാഹം കഴിച്ചത്. അത് തൻ്റെ ഗൃഹത്തിനെ എന്താണോ തനിക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താ, ആ അറിഞ്ഞ വിദ്യ പകർന്നു കൊടുക്കുക. അതിന് ആരെങ്കിലും എന്തെങ്കിലും ആ വിദ്യ അവർക്ക് ആ ശിഷ്യന്മാർ കൊണ്ടു കൊടുക്കും. അത് എന്തായാലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. ആ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് അവർ ആ പതിയും പത്നിയും അത്രയും സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടണു. അങ്ങനെയാണ് അവരുടെ ജീവിതം കഴിഞ്ഞു പോയത്. ഇടയ്ക്ക് ഈ ഗൃഹസ്ഥാശ്രമിയായിട്ട് ഇരിക്കണതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ പ്രാരാബ്ധങ്ങളിലൊക്കെ പെട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു നിമിഷം പോലും ഭഗവാനെ മറന്നിരിക്കാൻ ആ സുധാമാവ് ഉണ്ടായിട്ടില്ല. സദാസമയവും ആ ചിന്തകൾ എന്തു ചെയ്യുമ്പോഴും അതെ ആ ചിന്തകൾ മുഴുവനും ആ കുട്ടികളെ അവിടെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ആ സദീപനിയുടെ ഗൃഹത്തിലിരുന്ന് ആ കൃഷ്ണനോടൊപ്പം പഠിച്ച പാഠങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അവരെ പഠിപ്പിക്കും. അതുപോലെ ഗൃഹത്തിലെ എന്തെങ്കിലും ഗൃഹകാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപ്പോഴും ചിന്തയിൽ മുഴുവനും കൃഷ്ണനായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു ആ സാധ്വിയായ പത്നിയും കൃഷ്ണനിൽ മനസ്സുറപ്പിച്ചിട്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ യാത്ര പോകണം. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇന്ന് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാനിതാ ഭഗവാനെ കാണാൻ പോണു. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഭഗവാൻ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും പറഞ്ഞറിയുന്നുണ്ട്. ഭഗവാൻ ദ്വാരകയിലിതാ സന്തോഷമായിട്ട് തൻ്റെ പത്നിമാരോട് കൂടിയിട്ട് വസിക്കുകയാണ് എന്നൊക്കെ ഉള്ള വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഭഗവാൻ എങ്ങനെയാണ് എന്നെ സ്വീകരിക്കുക, ഭഗവാൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിൽ എന്താ ഭാവം ഉണ്ടാവുക, ഇതെല്ലാം ആലോചിച്ച് നടന്നുപോയ ആ സുധാമാവ് അത്യത്ഭുതമായൊരു കാര്യമാണ്. ദ്വാരക സ്ഥിതി ചെയ്യണത് കടലിന് നടുക്കായിട്ടാണ്. അവിടേക്ക് പോകണമെങ്കിൽ ആ കടൽ താണ്ടിയിട്ട് വേണം പോവാൻ. പക്ഷേ സുധാമാവ് നടന്നു പോയ കഥയാണ് ഭാഗവതത്തിലുള്ളത്. എങ്ങനെയാണ് ആ ഭക്തിയാകുന്ന തോണിയിലേറിയിട്ട് ആ ദ്വാരകയിൽ പ്രവേശിച്ചു. അല്ലാണ്ട് തോണി കയറിയതോ ആ ജലാശയം കടന്നതോ ഒന്നും അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം ആ ഭഗവാനിൽ ലയിച്ച മനസ്സോടു കൂടിയിട്ട് ആ ഓരോരോ കാര്യങ്ങൾ ഗൃഹത്തിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയ വഴി മുകളിൽ ഒരു ഗരുഡൻ പറക്കണു. അപ്പോൾ ആലോചിച്ചു, ഇന്നത്തെ ശകുനം നല്ലത് തന്നെയാണല്ലോ, ഗരുഡൻ പറക്കുകയാണ്. ഭഗവാനെ കൃഷ്ണ, അവിടുന്ന് ഗരുഡാരൂഢനായിട്ട് എന്നെ നയിക്കാൻ വേണ്ടി ഇപ്പോഴേ കൂടെ വന്നതാണോ? എനിക്ക് അത് നല്ല സംശയമുണ്ട്. അവിടുന്ന് എന്നെ ആനയിച്ച് കൊണ്ടുപോകാൻ വന്നതാണെന്ന്. കാരണം അവിടുത്തെ ആ കാരുണ്യം, ആ സ്നേഹവാത്സല്യമൊക്കെ അനുഭവിച്ച ആളല്ലേ ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് ആ ഗരുഡൻ്റെ പുറത്തേറിയിട്ട് വന്നത് അങ്ങ് തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ല പിന്നെ നിമിത്തങ്ങളും
പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ശകുനങ്ങളും നിമിത്തങ്ങളൊക്കെ നോക്കേണ്ട കാര്യം എനിക്കില്ല ഭഗവാനെ. കാരണം ഞാൻ അങ്ങയിൽ നിറഞ്ഞിരിക്കണ എനിക്ക് ബാക്കി ഒന്നും ബാധകമല്ല. അപ്പം അതുകൊണ്ട് എനിക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ആ ഭഗവാന്റെ ആ ഗരുഡനെയാണല്ലോ കണ്ടത്. ഭഗവാൻ എന്നെ ആനയിച്ച് കൊണ്ടുപോകാൻ കൊതിയോട് കൂടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കാത്തിരിക്കണ പോലെ കാത്ത് കാണാൻ കൊതിക്കണ പോലെ അതാ ഭഗവാനും എന്നെ കാത്ത് കൊതിയോടുകൂടി അവിടെ ഇരിക്കണു എന്നാണ് തോന്നണത്. ആ ഭഗവാന്റെ കാരുണ്യത്തോടു കൂടിയിട്ടുള്ള ആ ഭഗവാനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ പോണ സമയത്ത് ഓരോരോ കാര്യങ്ങളും ആലോചിക്കുകയാണ്. അന്ന് ഗുരുനാഥൻ അനുഗ്രഹിച്ചത് തലയിൽ കൈവച്ചിട്ട് നന്നായി വരും എന്നുള്ള ആ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ അതാ സുഹൃത്തായിട്ട് ലഭിച്ചത്. ആ അനുഗ്രഹത്തിൻ്റെ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേത് എന്നാണല്ലോ. ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് കൊതിച്ച പോലെ ഇതാ ആ ശ്രീകൃഷ്ണനെ തന്നെ സുഹൃത്തായിട്ട് കിട്ടിയതും ആ സൗഹൃദം ഇത്രയും നാളും കഴിഞ്ഞിട്ടും ഒട്ടും കുറയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിച്ചതും എന്നെല്ലാം ചിന്തിച്ചു കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതാ ധാരാളം മണിസൗധങ്ങളുണ്ട് അവിടെ. അപ്പോൾ അവിടേക്ക് അങ്ങോട്ട് പ്രവേശിച്ച വഴി അവിടെ നിൽക്കണവരെല്ലാവരും ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ നമസ്കരിച്ച് അകത്തേക്ക് ആനയിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള മണിസൗധങ്ങളുടെ മുന്നിൽ ചെന്നിങ്ങനെ നിന്നപ്പോൾ തോന്നി, ഇവിടെ എവിടെയായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ ഉള്ളത്, ഏത് ഗൃഹത്തിലായിരിക്കും എന്ന് കൂടെ നിൽക്കണേ അവിടെയുള്ള കാവൽക്കാരനോട് ചോദിച്ചു, ഭഗവാൻ ഏത് ഗൃഹത്തിലാണ് ഉള്ളത്? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് ഗൃഹത്തിൽ ചെന്നാലും അവിടെ ശ്രീകൃഷ്ണനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സുധാമാവും ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കാരണം എന്തൊരു വിഡ്ഢിച്ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് സ്ഥലകാലഭ്രമം വന്നു പോയോ? ഭഗവാൻ എവിടെയാണ് ഇല്ലാത്തത്? എല്ലാ ദിക്കിലും നിറഞ്ഞ് അന്തര്യാമിയായിട്ട് നിൽക്കണ ഭഗവാൻ എവിടെയാണ് എന്ന് ചോദിച്ചത് എൻ്റെ മൂഢത്വം കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ഭഗവാനെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അതാ നേരെ മുന്നിൽ കാണുന്ന ആ വലിയ മണിമാളികയുടെ ഉള്ളിൽ നിന്ന് ആ ശ്രീകൃഷ്ണ ഭഗവാൻ സുധാമാവേന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ഓടി 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 വരണു. അദ്ദേഹം എല്ലാം മറന്നിട്ട് ആ സുധാമാവിനെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിച്ചപ്പോൾ ആനന്ദത്തിൽ അലിഞ്ഞ് ആ പരമാനന്ദത്തിൽ കൃഷ്ണാനന്ദത്തിൽ ലയിച്ചു നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിലേക്ക് ഇതാ ഭഗവാന്റെ ആനന്ദം നിറഞ്ഞു തെളുമ്പോൾ ആ കരുണാകടാക്ഷാണ് ഭഗവാന്റെ, ആ കാരുണ്യക്കടലാണ് ഭഗവാന്റെ കണ്ണ്. ആ കാരുണ്യത്തിരകൾ അലയടിച്ചു കൊണ്ടിരിക്കുന്ന ആ കണ്ണിങ്ങനെ തുളുമ്പിയിട്ടാണ് എപ്പോഴും ഇരിക്കുക. ആ കാരുണ്യം എപ്പോഴാണ് പൊട്ടി വീഴുക എന്നുള്ള ഒരു സംശയമാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് പൊട്ടി വീഴാത്തതെന്നോ? രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആ രാധാസഹായം, രാധയുടെ ആ രാധ കൂടെ ഉള്ളത് കൊണ്ടാണ് അത്രേ ഭഗവാന്റെ കണ്ണുനീരിങ്ങനെ പുറത്തേക്ക് ഒഴുകാത്തത്. രാധാദേവി ഭഗവാന്റെ കണ്ണിങ്ങനെ ഭക്തനെ കാണുമ്പോഴേക്കും ആ വാത്സല്യം കൊണ്ട് കാരുണ്യം കൊണ്ട് ആ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും രാധാദേവി വരും. എന്താ ഭഗവാനേത് കണ്ണ് മറ്റുള്ളവരുടെ മുമ്പിലിങ്ങനെ കണ്ണ് നിറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് രാധാസഹായം രാധ അതിസുന്ദരമായിട്ടൊന്ന് അങ്ങോട്ട് ചിരിക്കും പ്രേമത്തോട് കൂടിയിട്ട്. ആ പ്രേമത്തോട് കൂടിയിട്ടുള്ള രാധയുടെ നോട്ടവും ചിരിയും കാണുമ്പോൾ ഭഗവാന്റെ ആ നിറഞ്ഞ കണ്ണുകൾ ഇങ്ങോട്ട് ഒഴുകാണ്ട് അത് കാണണം, ഞങ്ങൾക്കും അത് കാണണം എന്ന് ആ കണ്ണുനീരിന് കൊതിയാണോ എന്ന് തോന്നുമാറ് ആ കണ്ണുനീരിങ്ങോട്ട് ഒഴുകി പോവില്ല അത്രേ. കണ്ണൻ്റെ കണ്ണുകളെ വിട്ടു പോവാൻ കണ്ണുനീരിന് പോലും മടിയാണ്. അപ്പം അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കണം ആ കണ്ണുകളിതാ ഈ ഭക്തൻ്റെ ഭക്തനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ഭക്തനിൽ അലിഞ്ഞിട്ട് ആ ആനന്ദത്തെ ഭക്തൻ്റെ ഭക്തിയുടെ ആനന്ദത്തെ ഇതാ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഭവിക്കണം കണ്ടപ്പോൾ കണ്ണുനീർത്തുള്ളികൾക്ക് തോന്നിയത്രേ ഈ ആനന്ദത്തെ ഞങ്ങൾക്കും അനുഭവിക്കണമെന്ന്. അതുകൊണ്ട് ഭഗവാനെ വിട്ടുതാ ഠപ്പ് ഠപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ണുനീര് തുള്ളികൾ ഇതാ ഈ സുധാമാവിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീണു. അവരും ആ ഭഗവാനെ വിട്ട് ഭക്തിയെ അനുഭവിക്കാൻ ഭക്തന്മാർ ഭഗവാനെ വരെ വിട്ടിട്ട് പോവും. അവർക്ക് ഭക്തിയാണ്, ഭഗവാനോടുള്ള ഭക്തിക്കാണ് പ്രാധാന്യം. ഭഗവാനെ വിട്ടിട്ട് ഭക്തിയുടെ പിന്നാലെ ഭക്തന്മാരുടെ പിന്നാലെ പോവുക. അങ്ങനെയാണ് ആ കണ്ണുനീരുണ്ടായെന്നാണ് അത്രേ. പിന്നെ രാധാദേവി അതെ ആ സമയത്ത് എപ്പോഴും രാധാദേവി പറയണതാ. പക്ഷേ
ഈ ഭക്തന്മാരുടെ പരസ്പരമുള്ള ആ ഭക്തിയുടെ ആനന്ദവും ഭക്തൻ്റെ ആനന്ദമൊക്കെ കണ്ടപ്പോൾ അതിലങ്ങോട്ട് ലയിച്ചിട്ട് രാധാദേവി, പരമപ്രേമമല്ലേ രാധ, ആ രാധ ഭക്തിയിലും ആ ഭഗവാനിലും ഭക്തനിലും അലിഞ്ഞു ചേർന്ന് പോയിത്രേ. അതുകൊണ്ട് ആ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കാൻ മറന്നുപോയി എന്നാണ് പറയണേ. രാധാദേവി അലിഞ്ഞു പോയ കാരണം കൊണ്ടേ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ, അതുവരെ കരയാണ്ടിരുന്ന കണ്ണൻ്റെ കണ്ണുനീരൊഴുകാൻ കാരണം ആ ഭക്തിയുടെ മഹത്വം കൊണ്ടാണ്. ആ ഭഗവാനതാ ആ സുദാമാവിനെ കൂട്ടിക്കൊണ്ട് തൻ്റെ അവിടെ ആ രുക്മിണിയുടെ മന്ദിരത്തിലുള്ള ആ മണിമാളികയുടെ 7ാം മാളികയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ രുക്മിണിയും കൃഷ്ണനും മാത്രം സ്വൈര സല്ലാപം നടത്തണ ആ പര്യങ്കത്തിലിതാ ആ സുദാമാവിനെ കൊണ്ടുവന്ന് ഇരുത്തി. ഇരിക്കാനൊക്കെ മടി കാണിച്ചുവെങ്കിലും ഇരുത്തി. പിന്നെ ആ കൃഷ്ണൻ്റെ സ്പർശമുണ്ടായതോടു കൂടിയിട്ട് സർവവും മറന്ന് പരമാനന്ദത്തിൽ ലയിച്ചിരിക്കണേ ആ സുദാമാവിനെ ഒന്നും പിന്നെ ആ ശരീരബോധം തന്നെ വിട്ടിരിക്കുകയാണ്. പിന്നെ ഭഗവാൻ എന്തു ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ആ കൃഷ്ണാനന്ദത്തിൽ ലയിച്ച് കൃഷ്ണ 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 എന്ന് ഉരുവിട്ടുകൊണ്ട് ഭക്തി കൊണ്ട് കണ്ണുനീര് വിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ പര്യങ്കത്തിൽ. ഭഗവാനതാ ആ ഭക്തൻ്റെ കാലൊക്കെ കഴുകി ആ തീർത്ഥം സ്വന്തം ശിരസിൽ തളിച്ച് മറ്റുള്ളവർക്കൊക്കെ. അപ്പോഴേക്കും എല്ലാവരും മിത്രവിന്ദയും സത്യഭാമയും എല്ലാവരും വന്നു. അവിടെ എല്ലാ പത്നിമാരും ഓടി വന്നു. എന്താണ് ഇത്രയ്ക്കും ഭഗവാൻ അത്ഭുതം തോന്നി, ഇത്ര വലിയ ഭക്ത. കാരണം ഇവർക്കെല്ലാവർക്കും സുദാമാവിനെ അറിയാം. കണ്ട വഴിയും ഇവർക്ക് അത് സുദാമാവാണെന്ന് മനസ്സിലായി. കാരണം ഭഗവാൻ ആരുടെ കൂടെ ഇരുന്നാലും ഏറ്റവും കൂടുതൽ പറയണ കാര്യങ്ങൾ 2 പേരുടെ കാര്യങ്ങളാണ് അത്രേ. ഒന്ന് ശ്രീരാധാദേവിയുടെ കാര്യം, ജയ് ജയ് ശ്രീരാധേശ്യാം. രാധയുടെ പ്രേമത്തെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലും ശ്രീകൃഷ്ണ ഭഗവാന് മതിയാവില്ല. രാധയുടെ പ്രേമത്തെ പറ്റി പറയും. പിന്നെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ സൗഹൃദത്തെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലും ആ ഭഗവാന് മതിയാവില്ല. എൻ്റെ കൂട്ടുകാരനെ എൻ്റെ ചങ്ങാതിയെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈ സുദാമാവിൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ, അന്ന് ഞങ്ങളങ്ങനെ കളിക്കാൻ പോയപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ എന്ന് പറഞ്ഞ് സുദാമാവിൻ്റെ ചരിത്രം. അതുപോലെ ആ രാധയുടെ പ്രേമം, ഇവരുടെ പ്രേമത്തെ പറയും. രാധയുടെ പ്രേമത്തിൻ്റെ മുമ്പിൽ മറ്റൊരു പ്രേമമല്ല, രാധയുടെ പ്രേമമാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രേമം എന്ന് പറഞ്ഞ് രാധാപ്രേമത്തെ പറ്റിയിട്ടും ഈ സുദാമാവിൻ്റെ സൗഹൃദത്തെ പറ്റിയിട്ടാണ് അത്രേ എല്ലാ പത്നിമാരോട് ഏറ്റവും കൂടുതൽ പറയുക. അവർക്കും കേൾക്കാൻ ഒരുപാട് ഇഷ്ടം അതാണ്. കാരണം ആ സമയത്ത് അത്യാനന്ദത്തിൽ മുഴുകിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുക. ആ ആനന്ദമഗ്നനായിട്ട് ഇരിക്കുന്ന ഭഗവാനെ കാണാനാണ് ഇവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷം. അപ്പം അതുകൊണ്ട് അവർ അത് കേൾക്കാനിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സുദാമാവിനെ കണ്ട വഴി അവരുടെ ആ സൗഹൃദം കണ്ട വഴി ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇത് ഞങ്ങളുടെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സുദാമാവ് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ തീർത്ഥം എല്ലാവരും അവരവരുടെ ശിരസിലൊക്കെ തളിച്ചു. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ആ സമാധിസ്ഥിതനെ പോലെയാണ് ഇരിക്കുന്നത് സുദാമാവേ. അതിനെ ഉണർത്താൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ പറയും. എന്തൊക്കെയാ കാര്യങ്ങൾ ഉണ്ടായേ സുദാമാവേ, അന്ന് നമ്മൾ കണ്ടുപിരിഞ്ഞ പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല. എനിക്കും ഞാൻ ഒരു നിമിഷം പോലും ഓർക്കാത്തതില്ല കേട്ടോ. ഇവരോടൊക്കെ ചോദിച്ചു നോക്കൂ. ഇവരോടൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ഈ കൂട്ടുകാരൻ്റെ കഥയാണ് പറയുക. അങ്ങും അങ്ങനെ തന്നെയാവും. അങ്ങയോട് പരിചയമുള്ളവരോട് എല്ലാവരോടും എൻ്റെ കഥകളല്ലേ അങ്ങ് പറയണത്. അങ്ങ് എൻ്റെ പോലെ തന്നെയാണെന്ന് എനിക്കറിയാം. പലരും പറഞ്ഞ് അങ്ങയുടെ വിശേഷങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ പലരും പറഞ്ഞ് എൻ്റെ വിശേഷങ്ങളും അങ്ങ് കേൾക്കാറില്ലേ. നമുക്ക് 2 പേർക്കും എത്ര അകലെ ഇരുന്നാലും നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു. എന്നാലും ഇപ്പോൾ ആ ശരീരങ്ങൾ കൊണ്ടും നമ്മളിതാ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ രംഗങ്ങളും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. നമ്മളന്നൊരു ദിവസം കാട്ടിൽ വിറക് എടുക്കാൻ പോയ കഥ ഓർമ്മയുണ്ടോ? ആ കാട്ടിലേക്ക് രാമേട്ടൻ്റെ കൂടെ നമ്മൾ 2 ആളും പോയി. അപ്പോൾ പറഞ്ഞു, രാമേട്ടൻ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. രാമേട്ടൻ നല്ല ശക്തിയുള്ള ആളാണല്ലോ. അതുകൊണ്ട് രാമേട്ടൻ്റെ ധൈര്യം ഉണ്ടല്ലോ, രാമേട്ടൻ ഉണ്ടല്ലോ കൂടെ എന്ന് വിചാരിച്ച് രാമേട്ടൻ്റെ കൂടെ നമ്മൾ 2 പേരും പോയില്ലേ.
പോയി അവിടെ ചെന്നപ്പോഴേക്കും കാറ്റും മഴയും ഇരുട്ടൊക്കെ കൂടി വന്നു. അപ്പം നമുക്ക് വഴിയറിയാണ്ട് നമ്മളിങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ സുധാമാവേ അവിടുന്ന് പറഞ്ഞില്ലേ, കൃഷ്ണൻ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞ കഥ പറഞ്ഞു തന്നില്ലേ ആ ഭവാടവിയെ പറ്റിയിട്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മളും ആ ഭവാടവിയിൽ അറിയാണ്ട് അജ്ഞരായിട്ട് ഭവാടവിയിൽ ചുറ്റിത്തിരിയണേ, ഭഗവാനെ അറിയാണ്ട് ചുറ്റിത്തിരിയണേ ആ മനുഷ്യന്മാരെ പോലെ. ഇതിപ്പോൾ അനുഭവമാക്കി തരാൻ വേണ്ടിയിട്ടാണോ കണ്ണാ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മൾ 3 പേരും കൂടി ഉറക്കെ ചിരിച്ചില്ലേ. അതിന് ശേഷം രാത്രി മുഴുവനും അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഇരുന്നു. അപ്പോൾ ആ ഗോവർദ്ധനത്തിനെ അന്ന് അമ്പാടിയിൽ മഴ പെയ്തതും ആ ഗോവർദ്ധനത്തിനെ ഉയർത്തിയതുമായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ അന്ന് അവിടെ വെച്ച് പങ്കുവച്ചില്ലേ. അതൊക്കെ കഴിഞ്ഞ് രാവിലെ നമ്മുടെ ഗുരുനാഥൻ വന്നു കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ്റെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി നമ്മളോടുള്ള വാത്സല്യം കൊണ്ട്. കുട്ടികളെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയ്ക്കധികം കഷ്ടപ്പാടുകൾ സഹിച്ചുല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് കഷ്ടപ്പാടല്ല ഗുരുനാഥ, ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷമാണ്. ഇത്രയെങ്കിലും ഗുരുനാഥന് വേണ്ടി ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ശിഷ്യരായിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ആ ഗുരുനാഥൻ നമ്മളെ 3 പേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളുടെ ശിരസ് മൂർധാവിലെല്ലാം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നന്നായി വരും, നന്നായി വരും, നിങ്ങളുടെ ഈ സ്നേഹവും സൗഹൃദം ഒരു കാലത്തും പിരിയാണ്ടിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചില്ലേ എന്നെല്ലാം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ആ ഇടറുന്ന കണ്ഠത്തോടു കൂടിയിട്ട് പിന്നെയും പറഞ്ഞു, ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയേതെന്ന് പറഞ്ഞു. പിന്നെയും വേറെ ഒന്നും മിണ്ടാണ്ട് വീണ്ടും ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ ചോദിക്കും, പറയൂ അവിടുത്തെ വിശേഷങ്ങൾ പറയൂ. എൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? ഇവരെല്ലാവരും എൻ്റെ പത്നിമാരാണ്, ഞാനിപ്പോൾ അവിടെയാണ് താമസിക്കേണ്ടത്, എല്ലാ വിവരം അറിഞ്ഞൂലോ, അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാം. അങ്ങയുടെ വിവാഹം കഴിഞ്ഞതും അങ്ങയുടെ ആ സുശീലയായിട്ടുള്ള പത്നിയെ പറ്റിയിട്ടൊക്കെ എനിക്കറിയാം. എന്നാലും അങ്ങയുടെ വാക്കുകൊണ്ട് പറഞ്ഞു കേൾക്കണ്ടേ, പറയൂ, ഗൃഹത്തിലുള്ള വിശേഷങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ചെന്ന് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഗുരുവായൂരപ്പനോട് പറയണം, എന്തെല്ലാം വിഷമം. ഇവിടുന്ന് പോകുമ്പോൾ കുറേ വിഷമങ്ങളുണ്ടാവും നമുക്ക്, ബുദ്ധിരോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ഇതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഗുരുവായൂർക്ക് പോകും. ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താ, കൃഷ്ണ 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 ഹരേ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുക എന്നല്ലാതെ കണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഗുരുവായൂരപ്പൻ എന്തെങ്കിലും ഒന്ന് കേൾക്കാനുണ്ടോ? ഗുരുവായൂരപ്പൻ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും, നമ്മളോട് എന്തൊക്കെയാണ് പറയാമെന്ന് വെച്ചിട്ടല്ലേ വന്ന്, എന്തൊക്കെയാ പറയൂ, വിശേഷങ്ങൾ പറയുമെന്ന് ഇപ്പോൾ സുധാമാവിനോട് ചോദിക്കണ പോലെയൊക്കെ ഗുരുവായൂരപ്പൻ നമ്മളോട് ചോദിക്കും. പക്ഷേ നമുക്കൊന്നും പറയാനില്ല. കണ്ണ് നിറയണില്ല, കണ്ണ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചിട്ട് പിന്നെയും ഭഗവാനെ നോക്കും, കണ്ട് കൊതി തീരണില്ല നമുക്ക് അല്ലേ. ഇപ്പം നമുക്ക് ധാരാളമായിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഉണ്ട് ഗുരുവായൂർ എന്ന് ആ ശ്രീകുമാരൻ തിരുമേനി പറയണത്. അവിടുത്തെ ഓരോ ദിവസത്തെയും ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ കണ്ടുവന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് വർണ്ണിച്ചു തരും ഓരോ ദിവസവും ഭഗവാൻ എങ്ങനെയാണെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു കൊതിയാണ് അല്ലേ. നമ്മൾ ആ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണ പോലെയുള്ളൊരു കൊതിയാണ്. അത്രയ്ക്ക് സന്തോഷം നമുക്ക്. ആരോ പോയി വന്ന് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇത്ര സന്തോഷം ഉണ്ട് വെച്ചാൽ, നമ്മൾ നേരിട്ട് ചെന്ന് ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ എല്ലാം മറക്കണേന് വേറെ എന്താ പറയാനുള്ളത്. അതുപോലെ സുധാമാവ് എല്ലാം മറന്നിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ മറന്നില്ല. ആ സുധാമാവിൻ്റെ പത്നി പറഞ്ഞു, എൻ്റെ പതി ഓർത്തില്ലെങ്കിലും അങ്ങ് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ ഒരു പൊതി. അപ്പോൾ അത് സ്വീകരിക്കണേക്കാളും മുമ്പ് പറഞ്ഞു, പുഷ്പം, പത്രം, ഫലം, തോയം ഏതായാലും വേണ്ടി, ഒരു പൂവോ ഒരെലിയോ ഒരിത്തിരി വെള്ളമോ എന്തെങ്കിലും മതി, എനിക്ക് എന്തായാലും വേണ്ടില്ല. എനിക്ക് തന്നാൽ പ്രേമത്തോടു കൂടി തന്നാൽ അത് മതി, വേറെ ഒന്നും വേണ്ട. എന്ത് തന്നെയായാലും എന്തെങ്കിലും കൊണ്ടുവരാണ്ട് എൻ്റെ കൂട്ടുകാരൻ വരില്ല. കാരണം എൻ്റെ ആ കൊതി എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ലല്ലോ ചങ്ങാതി. അത് കാരണം എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടും ഇദ്ദേഹത്തിന് അവിടെ നിന്ന് അനങ്ങാനോ ശരീരം ഒന്ന് അനക്കാൻ പോലും കഴിയണില്ല. ആ ഭഗവാനെ ഇങ്ങനെ നോക്കി, ആ ഭഗവാനെ കണ്ണുകൊണ്ട് കുടിച്ച്, ആ ഭഗവാന്റെ വാക്കുകൾ കാതുകൊണ്ട് കുടിച്ച്, ആ ഭഗവാനിൽ ഇങ്ങനെ ലയിച്ചിരിക്കുക എന്നല്ലാണ്ട് മനസ്സ് മുഴുവനും
ആ ഭഗവാനിൽ ലയിച്ചു പോയി. പിന്നെ എങ്ങനെയാ മനസ്സില്ലാതെ കണ്ട് എങ്ങനെയാ ശരീരത്തിന് അനക്കമുണ്ടാവുക? ആ മനസ്സിളകുമ്പോഴാണ് നമ്മുടെ ശരീരവും കണ്ണും കാതും ഒക്കെ ഓരോ ദിക്കിലേക്ക് പോവുക. അപ്പം അങ്ങനെ ആ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ ഇതാ ആ മടിക്കുത്തിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചിട്ട് അവലിൻ്റെ പൊതി എടുക്കുകയാണ്. അവലിൻ്റെ പൊതി എടുത്തിട്ട്, ഹായ് സുധാമാവേ, അവല് എനിക്ക് എന്തൊരു ഇഷ്ടമുള്ളതാണെന്നറിയോ? സുധാമാവിന് ഓർമ്മയുണ്ടോ നമുക്ക് അവല് തരണത്? നമ്മളുടെ ആ ഗുരുനാഥൻ്റെ പത്നി, നമ്മുടെ അമ്മ അവിടുന്ന് അവല് തരണല്ലേ നമുക്ക് രണ്ടാൾക്കും അവല് തരാറുള്ളത്? എത്ര എനിക്ക് കൊതി മാറില്ല. എല്ലാവർക്കും അവല് കൊടുക്കും, എന്നിട്ട് എനിക്ക് കൊതി മാറില്ല. അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ എല്ലാവരോടും ആ അവലിങ്ങനെ കുറേശ്ശെ എനിക്ക് തരുമോ കുറച്ച് അവല്, എനിക്ക് തരുമോ കുറച്ച് അവല് എന്ന് ചോദിച്ച് കഴിക്കണത് ഓർമ്മയില്ലേ സുധാമാവേ? അത് മറന്നിട്ടില്ല, അതുകൊണ്ട് അവല് തന്നെ കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ ഗുരുനാഥൻ്റെ പത്നി എന്നെ ആരും കാണാണ്ട് കൊണ്ടുപോയി എൻ്റെ വായയിൽ പിന്നെയും നിറച്ച് അവലിട്ട് തരും. ആ ദിവസങ്ങളൊക്കെ എന്തൊരു നല്ല സന്തോഷത്തിലുള്ളതായിരുന്നു അല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിതാ ആ അവല് വാരിയിട്ടതാ ഭഗവാൻ ഭക്ഷിക്കുകയാണ്. ആ രണ്ട് പിടി വാരി ഭക്ഷിച്ചപ്പോഴേക്കും സത്യഭാമ ചെന്ന് കൈപിടിച്ചു, അരുത് കേട്ടോ ഭഗവാനെ, ഈ പ്രസാദം ഞങ്ങൾക്കെല്ലാവർക്കും വേണം. അഹം ഭക്തപരാധീന എന്ന് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങ് ആ ഭക്തൻ്റെ കൂടെ തന്നെ ദേവിക്കറിയാം, ആ മഹാലക്ഷ്മിക്ക് അറിയാം ഭഗവാൻ ഭക്തൻ്റെ കൂടെയാണെന്ന്. അപ്പോൾ തന്നെ വിട്ടു പോകുമോ എന്നുള്ള പരിഭ്രമം കൊണ്ട് വേഗം എന്തു ചെയ്തു? സുധാമാവിനെ ശ്രീതാമാവാക്കി മാറ്റി. തൻ്റെ ശ്രീയാകുന്ന ദാമം കൊണ്ട് ആ സുധാമാവിനെ അങ്ങോട്ട് കെട്ടിയിട്ടു. അതുകൊണ്ടാണ് ആ ഐശ്വര്യവും സമ്പത്തൊക്കെ ഗൃഹത്തിലുണ്ടായത്. ആ ശ്രീതാമാവിനെ അങ്ങോട്ട് കെട്ടിയിട്ടിട്ട് ബാക്കി അവലൊക്കെ വാങ്ങി പ്രസാദം പോലെ എല്ലാവരും കഴിച്ചു. അങ്ങനെ ഒരു ദിവസം മുഴുവനും അവിടെ ഇരുന്ന് ആ ഭഗവാന്റെ അവിടെ അവരുടെ സൗഹൃദം പങ്കുവച്ച് കഴിച്ചുകൂട്ടി. പിന്നത്തെ ദിവസം രാവിലെ അവരിതാ ആ കാലത്ത് എഴുന്നേറ്റിതാ സുധാമാവിനെ യാത്രയാക്കി. സുധാമാവ് സന്തോഷത്തോടു കൂടിയിട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്ര പോണ സമയത്തും ചിന്തകൾ മുഴുവനും എന്താ? ആ ഭഗവാൻ ഓടി വന്നത്, ഗുരുവായൂരപ്പൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടി വന്ന് തന്നെ സ്വീകരിച്ചത്, കെട്ടിപ്പിടിച്ചത്, പിന്നെ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് അറിയണില്ല. എപ്പോഴാണ് എൻ്റെ പത്നി തന്ന അവല് സ്വീകരിച്ചത്? എന്നോട് എന്തെങ്കിലും ഭഗവാനോട് എന്നെപ്പറ്റി പറയണേ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞതൊക്കെ എന്നോട് ഒന്ന് പറയണേന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അവരെ ഒന്നും മിണ്ടിയില്ല. ഭഗവാൻ എന്നോടൊട്ട് പറഞ്ഞുമില്ല. അപ്പോൾ ഞാൻ അതെല്ലാം മറന്നുപോയി. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താ പറയുക ഞാൻ എന്നൊക്കെ ചിന്തിച്ച് നടക്കുമ്പോൾ വീണ്ടും സ്ഥലകാലഭ്രമം വന്നു എന്ന് തോന്നുമാറ് ദ്വാരകയുടെ മുമ്പിൽ തന്നെ എത്തി. അവർ ഈശ്വര, ഇതുവരെ ഞാൻ മനോരാജ്യത്തിലായിരുന്നു, ഞാൻ വഴിയൊന്നും പിന്നിട്ടില്ലേ, ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ടാണോ ഈ വിചാരങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ധരിച്ചിങ്ങനെ നോക്കുമ്പോണ്ട് തൻ്റെ ആ ഇല്ലത്തിൻ്റെ മുമ്പിലുള്ള ആൽത്തറ അവിടെയുണ്ട്. ഈ ആൽത്തറ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഈ ആൽത്തറയുടെ മുന്നിൽ ഇത് എൻ്റെ ഇല്ലത്തിൻ്റെ മുമ്പിലുള്ള ആൽത്തറയല്ലേ വെച്ച് നോക്കിയപ്പോഴാണ് ആ മണിമാളികയിൽ നിന്ന് ഇറങ്ങി വരുന്നു മഹാലക്ഷ്മിയെപ്പോലെ സർവാഭരണ വിഭൂഷിതയായിട്ട് തൻ്റെ പത്നി തന്നെയാണ് ഇറങ്ങി സാക്ഷാൽ മഹാലക്ഷ്മിയെപ്പോലെ ഇറങ്ങി വരുന്നു. അപ്പോൾ ചോദിക്കും ഇതെന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ പറയാണ് രാവിലെ തന്നെ എന്നെ ഒരു സ്ത്രീ വന്ന് വിളിക്കുകയുണ്ടായേ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, വിളിച്ച് ഞാൻ എണീറ്റ് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കൈയൊക്കെ കൂട്ടിപ്പിടിച്ച് പറഞ്ഞു, എൻ്റെ കാക്കൽ നമസ്കരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എത്ര ഭാഗ്യം ചെയ്തവളാണ്, ആ സുധാമാവിൻ്റെ ഭാര്യ ആവാനുള്ള ഭാഗ്യം ചെയ്തുല്ലോ, എത്ര ജന്മത്തെ പുണ്യം കൊണ്ടാണ്. എൻ്റെ പതി എപ്പോഴും പറയുമായിരുന്നു ഈ സുധാമാവിനെ പറ്റിയിട്ട്. പക്ഷേ അവരുടെ സ്നേഹം ഇത്രയ്ക്കും ദൃഢമാണെന്ന് എനിക്ക് വാക്കുകളിൽ മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു അദ്ദേഹം കുറച്ചൊക്കെ കൂടുതലാക്കി പൊലിപ്പിച്ച് പറയണതാവായിരിക്കും എന്ന് വിചാരിച്ചു. എനിക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല ഇന്നാണ് എനിക്കത് മനസ്സിലായത്. അതുകൊണ്ട് എൻ്റെ സന്തോഷത്തിനായിട്ട് ഇതെല്ലാം ഇവിടെ തരണോ എന്ന് പറഞ്ഞ് അവർ എൻ്റെ കയ്യിൽ ഒരു കിഴി തന്നു. ആ കിഴി ഞാൻ തുറന്നിങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്. ഞാൻ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴേക്കും പിന്നെ അവരെ കണ്ടില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും നമ്മളുടെ ഗൃഹവും
എല്ലാം മാറി, ഇവിടുത്തെ എൻ്റെ ശരീരത്തിൽ വസ്ത്രങ്ങളെല്ലാം മാറി, ഇതാണ് വന്നു ചേർന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുധാമാവിന് അല്പം പരിഭ്രമായി. കാര്യം പറയുകയാണ്, ജിതേന്ദ്രിയ എന്ന് നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ചാലും ആ ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്നുള്ളത് അത്രയ്ക്കും ഒരു എളുപ്പമൊന്നുമല്ല. ആ മരണം വരെ എപ്പോൾ വേണമെങ്കിലും അത് നമുക്ക് ഈ മായ നമ്മളെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ ഭഗവാനോട് ആദ്യമേ തന്നെ ഭഗവാനോട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഭഗവാനെ ഇത്രയും കാലം കൂടെ നടന്നിട്ടും അങ്ങയുടെ മഹത്വം എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചങ്ങാതി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങയുടെ എനിക്ക് ഭക്തിയില്ല. ഭഗവാൻ എല്ലാ കഥകളും പിന്നീടാണ് അറിഞ്ഞത്. എന്നിട്ടും എനിക്ക് അങ്ങയിൽ ഭക്തിയില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുകയാണ്, നിൻ തൃപ്പദാംബോജ പ്രേമം ഇനിയെങ്കിലും ആ വിധം വളർന്നു മിന്നുവാൻ കൃഷ്ണ കടാക്ഷമരുളീടണം എന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ് നമസ്കരിച്ചിട്ടാണ് പോന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈ ധനത്തിനെയൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയമാവുകയാണ്. ഇനി പോവേണ്ടി വരുമോ, ഭഗവാനിൽ നിന്ന് മനസ്സ് പിന്തിരിഞ്ഞു പോവുമോ എന്നുള്ള ഭയം കൊണ്ട് അതാ പ്രാർത്ഥിക്കണു. ഏതേതു ജന്മത്തിലുമെൻ മുകുന്ദ പാദാംബുജ പ്രേമമെനിക്കുമേൽമേൽ ഉയർന്നുയർന്നങ്ങിനെ മിന്നി മിന്നി ആകണമുൾക്കുരുന്നിൽ. ഭഗവാനെ എത്രയെത്ര ജന്മങ്ങൾ ലഭിച്ചാലും അങ്ങയോടുള്ള പ്രേമഭക്തി എൻ്റെ മനസ്സിൽ ഉയർന്ന് പൊങ്ങിയിട്ട് മേൽക്കുമേൽ ഉയർന്നിട്ട് ഭഗവാനെ അതിൽ മാത്രം, ആ ഭക്തിയിൽ മാത്രം എൻ്റെ മനസ്സ് തിളങ്ങണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തൻ തൃപ്പദാംബോരുഹ ഉള്ളിലോർത്തു വിളങ്ങിടുന്നോരുടെ സഖ്യവായ്പും ദിനം ദിനം തോറും എനിക്കു സാധിപ്പതിന്നു അംബേന്ദണമംബുജാക്ഷൻ. ഭഗവാനെ ഇതുപോലെ അങ്ങയുടെ ഭക്തിയാൽ മനസ്സ് നിറഞ്ഞിരിക്കണ അവരോട് മാത്രമാണ് എൻ്റെ സഖ്യം. അങ്ങനെയുള്ള ആ സജ്ജനങ്ങളുമായിട്ടുള്ള സഖ്യത്തോടു കൂടിയിട്ട് ദിവസവും എനിക്ക് അങ്ങനെയുള്ള സജ്ജന സഖ്യം ഉണ്ടാവണേ. അതോടുകൂടിയിട്ട് എനിക്ക് ഭക്തി വർദ്ധിക്കാനുള്ള അവസരം ഉണ്ടാവണേ. അതിനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ഭഗവാനെ പ്രാർത്ഥിച്ച് സർവവും ഭഗവാനിൽ സമർപ്പിച്ചിട്ടതാ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാം മറന്ന് ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കണ സുധാമാവിൻ്റെ ചരിതം കുറച്ചെങ്കിലും നമുക്കിതാ പറയാനായിട്ട് സാധിച്ചു. വേണ്ടത്ര ആയില്ല, ഭക്തിയോടുകൂടി പറയാനൊന്നും സാധിച്ചില്ല. അത് പറയാനുള്ളൊരു ഭക്തി മനസ്സിൽ നിറച്ചു തരണേന്ന് മാത്രമേ ഉള്ളൂ. ഭക്തിയുടെ ആ കുറവ് നല്ലോണം ഇതിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭഗവാനെ നമുക്കും പ്രാർത്ഥിക്കാം, ഭക്തി ഉണ്ടാക്കി തരണേ. ഏതേത് ജന്മത്തിലും ആ ശ്രീകൃഷ്ണനിൽ ഭക്തി ഉണ്ടാക്കി തരണേ. എത്ര ജന്മം വേണമെങ്കിലും തന്നാലും വേണ്ടില്ല ഭഗവാനെ. അതെല്ലാം ഭഗവാന്റെ കഥകൾ പറയാനും ആ ഭക്തന്മാരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ആ കൃഷ്ണാനന്ദത്തിൽ ലയിക്കാനും മാത്രമാക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാവരുടെ ഉള്ളിലും ശ്രീകൃഷ്ണപ്രാമം നിറയട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ അക്ഷരപ്പൂക്കൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം. ഭഗവാനെ ധാരാളം കഥകൾ പറയാനും ധാരാളം കഥകൾ കേൾക്കാനും ഭഗവാനിൽ മാത്രം മനസ്സ് നിറഞ്ഞിരിക്കാനും അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. പതിവ് പോലെ നമുക്കെന്നും ഹരേ രാമ ജപിച്ചിട്ട് ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയ് ജയ് ശ്രീരാധേശ്യാം. ഹരേ നാരായണ 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 നാരായണ.